നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്ന ഈവൻ കുട്ടികൾക്കുള്ള കോണ്ടന്റ് അല്ല എന്നും കൂടെ ഞാൻ പറയാണ്. ലിബിഡോ കുറച്ച് കുറയുന്നത് നോർമലാണ്. ആ. പക്ഷേ നമ്മളൊരു ഫിസിക്കൽ ഇന്റിമസി ആസ്വദിക്കണ ഒരു ആളാണെങ്കിൽ, ആ. സോ വൈ ഡു യു ഡു സെക്സ്? ഉം. നമുക്ക് അതിലൊരു ഓർഗാസം, അതിലൊരു പ്ലഷർ ഉണ്ടെങ്കിലല്ലേ ബാക്കി ചെയ്യാൻ തോന്നുള്ളൂ ഉം. സ്ത്രീകൾക്ക്. ഉം. ഇതുവരെയും ഓർഗാസം അച്ചീവ് ചെയ്യാത്ത പേഷ്യൻസ് വരാറുണ്ട്. ഡെലിവറിക്ക് ശേഷം നമ്മൾ തീരെ സെക്സ് ഒഴിവാക്കുമ്പോൾ ആ ഒരു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെ ഇടയിലുള്ള ബോണ്ടൊക്കെ ഇറ്റ് ഈസ് ഈസിയർ വെൻ യു ഹാവ് സെക്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ എത്തണം, എന്തെത്തിയാലാണ് നമുക്ക് സന്തോഷം തരുന്നതെന്നുള്ളത് അറിയില്ല പെൺകുട്ടികൾക്ക്. ആൻഡ് വേഴ്സ്റ്റ് ഈസ് ആ പെൺകുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പാർട്ട്ണർ, അതായത് ഇപ്പോൾ ഈ ഹസ്ബൻഡ് നമുക്ക് കാണിച്ചു തരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. യൂഷ്വലി പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ടൈം സെക്സ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് സപ്പോസ് ടു ഹേർട്ട്. പക്ഷെ നമ്മൾ ഒരു കപ്പിളായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്ലോറ ഓരോരുത്തരുടെ ശരീരത്തിലെ ഫ്ലോറ വ്യത്യാസമാണ്. നമ്മൾ വെൻ യു ഹാവ് റെഗുലർ സെക്സ് നമ്മളൊരു യൂസ് ടു ആയിരിക്കും ആ ഫ്ലോർ. ഫോർ പ്ലേ ഒക്കെ വളരെ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. പക്ഷെ പെനിട്രേറ്റീവ് സെക്സ് അവർ സമ്മതിക്കില്ല. അപ്പോൾ ഹസ്ബൻഡ് ഇത് ശ്രമിക്കുവാണെങ്കിൽ യൂഷ്വലി ഹസ്ബൻഡിനെ തള്ളി മാറ്റാനും കാലടയ്ക്കാനും ഒക്കെയാണ് ചാൻസ്. ആൻഡ് മെൻ ആൻഡ് വുമൻ രണ്ടുപേരും ആക്ച്വലി മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ഒരു ആവശ്യം. We had a patient recently. She is doing hymenoplasty. ഹസ്ബൻഡിന് എന്തോ 25th ഇയർ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് ഹൈമനോപ്ലാസ്റ്റി എന്ന പേഷ്യൻ്റ് ഉണ്ട്. ഇത് പ്രത്യേകിച്ച് ഇഫക്റ്റീവ് ആർക്കാന്ന് വെച്ചാൽ മുന്നേ നല്ല ഓർഗാസംസ് ഉണ്ടായിരുന്നു, പക്ഷെ പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ മെനോപോസിന് അടുപ്പിച്ചിട്ട് ഓർഗാസംസ് കിട്ടാത്ത സ്ത്രീകൾക്ക് വളരെ ഇഫക്റ്റീവാണ്. പാർട്ട്ണറിന് അറിയാം, That I have മുന്നേ had റിലേഷൻഷിപ്സ് relations. ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഹാവ് ഹാഡ് ഫിസിക്കൽ റിലേഷൻഷിപ്പ്. നമ്മൾ സെക്ഷൽ ഹെൽത്തിൻ്റെ കൺസേൺസിനെ കുറിച്ച് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിക്കാൻ പോകും. അപ്പോൾ എനിക്ക് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് എഡ്യൂക്കേഷന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഡയഗ്നോസ് ചെയ്യരുത്. നിങ്ങൾ അയ്യോ ഇതെനിക്കുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കുള്ള പോലെ തോന്നിയിട്ടുണ്ടല്ലോ അങ്ങനെ സ്വന്തമായിട്ട് ഡയഗ്നോസ് ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് മാത്രം അത് പിന്നെ പ്രൊസീഡ് ചെയ്യുക. എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അത് ചെയ്തിട്ട്, ബിക്കോസ് നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്ന ഈവൻ കുട്ടികൾക്കുള്ള കോണ്ടന്റ് അല്ല എന്നും കൂടെ ഞാൻ പറയാണ്. അപ്പോൾ ഈ സെക്ഷൽ ഹെൽത്ത് കൺസേൺസ് ഒരുപാട് ചിലപ്പം ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും ഡോക്ടർ. ഇത് കൂടുതലായിട്ട് എന്താണ് ആൾക്കാർ വന്ന് പറയുന്ന, സ്ത്രീകൾ വന്ന് പറയുന്ന പ്രശ്നം ലോ ലിബിഡോ ആണോ അതോ പെയിൻ ആണോ വെജൈനൽ ഡ്രൈനസ് ആണോ, എന്താണ് കൂടുതലായിട്ട്? സ്ത്രീകളുടെ ലൈഫിലുള്ള രണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസസ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് വെച്ചാൽ, ഒന്ന് പ്രസവത്തിന് ശേഷം, ഓക്കെ. ഒന്ന് മെനപ്പോസ് അടുപ്പിച്ചിട്ട്. ഓക്കെ. ഈ രണ്ട് സമയത്തും നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ കുറവാകും. നമ്മുടെ ശരീരം ഈ വളരെ ഹോർമോണൽ ടോസിൽ കൂടെ പോകുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് ലിബിഡോ കുറവാകുന്നത്, പെയിൻഫുൾ സെക്സ്, അതേപോലെ ഓർഗാസ്മിക് ഡിഫിക്കൽട്ടീസ്, ഇതൊക്കെ വരുന്നത് ഈ രണ്ട് സമയത്താണ്. പണ്ടൊക്കെ എന്താ വെച്ചാൽ പേഷ്യൻസ് പ്രസവിച്ച് കഴിഞ്ഞ പേഷ്യൻ്റ് ഡോക്ടറോട് പോയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഒരു ജനറലി ഉണ്ടായിട്ടുള്ളത്. അല്ല ഇപ്പോൾ അമ്മേനോട് പോയി പറഞ്ഞാലേ നമ്മൾ അമ്മേനോട് പറയില്ല, ഫ്രണ്ട്സിനോട് പറഞ്ഞാലും പ്രസവത്തിന് ശേഷം അതൊക്കെ നോർമലാണ്, മെനപ്പോസായ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അത് മാറി. പേഷ്യൻസിന് ആ ഒരു റിയലൈസേഷൻ ഉണ്ട്. ശരിക്കും അത് നോർമൽ അല്ല. ലിബിഡോ കുറച്ച് കുറയുന്നത് നോർമലാണ്. ആ. പക്ഷേ നമ്മളൊരു ഫിസിക്കൽ ഇന്റിമസി ആസ്വദിക്കണ ഒരു ആളാണെങ്കിൽ, ആ. അത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ നമ്മുടെ മെനോപോസ് ബിക്കംസ് മച്ച് ഈസിയർ ടു ബെയർ. ഈ ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തിൽ കുറേ എൻഡോഫിൻസും ഓക്സിറ്റോസിൻ, നല്ല ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ മെനപ്പോസിൻ്റെ ആ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഇറ്റ് ബിക്കംസ് മച്ച് ഈസിയർ ടു ബെയർ. ഓക്കെ. ഈവൻ ആഫ്റ്റർ പ്രഗ്നൻസി, ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം നമ്മൾ തീരെ സെക്സ് ഒഴിവാക്കുമ്പോൾ ആ ഒരു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെ ഇടയിലുള്ള ബോണ്ടൊക്കെ ഇറ്റ് ഈസ് ഈസിയർ വെൻ യു ഹാവ് സെക്സ്. അപ്പോൾ ഒരു റെഗുലർ ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടെങ്കിൽ, വെൻ ദ വൈഫ് ഈസ് റെഡി കേട്ടോ, വെൻ ഷീ ഈസ് റെഡി ഫോർ ഇറ്റ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഒരു ദമ്പതിമാരുടെ ഊഷ്മളത മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ലോ ലിബിഡോ പ്രസവത്തിന് ശേഷം കുറേ വരാറുണ്ട്. പേഷ്യൻസ് വരാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നോർമൽ. ഓക്കെ. ഇപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കൂ, നമുക്കൊരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് മാറും. മാറും. എവറിത്തിങ് പെട്ടെന്നൊരു ഇസ് സോർ, shift ആണ്. ഷിഫ്റ്റ് ഉണ്ടാവും. ആ. ആൻഡ് എവറിത്തിങ് ഇസ് സോർ. നമുക്ക് ബോഡീനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഷെയ്മിങ്, നമ്മുടെ തന്നെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും നമ്മുടെ ബോഡീനെ കുറിച്ചിട്ട്. നമ്മളെ Yes. പോലെ അല്ലാത്ത ഒരു നെഗറ്റീവ് ഫീലിങ്സ് ടുവേർഡ്സ് നമ്മുടെ തന്നെ ശരീരം ഉണ്ടാവും. അതിനെക്കുറിച്ച് ഒരു ഇൻറ്റിമസിനെ കുറിച്ചിട്ട് ആലോചിക്കാനുള്ള ഒരു സ്പേസിലായിരിക്കില്ല ചിലപ്പം നമ്മളുണ്ടാവുക. അതിലേക്ക് തിരിച്ചെത്താൻ കുറേ സമയം ഉണ്ടാവും. ആ
സമയത്താണ് യൂഷ്വലി ഹസ്ബൻഡ്സ് കൂട്ടിയിട്ട് വരും. ഈ പ്രസവത്തിന് ശേഷം തീരെ താല്പര്യമില്ല, ലോസ് ഓഫ് ലിബിഡോ പറഞ്ഞിട്ട് വരാറുണ്ട്. പെയിൻ ആൻഡ് ഡ്രൈനസ് കൂടുതലും കാണാറുള്ളത് മെനോപോസ് അടുപ്പിച്ചിട്ടാണ്. അടുപ്പിച്ചിട്ടാണ്. ഈ പറഞ്ഞ പോലെ ഈസ്ട്രജൻ കുറയുമ്പോൾ നമ്മുടെ വെജൈനയുടെ യോനിയുടെ ലൈനിങ് വളരെ തിന്നാവും. അപ്പോൾ ഇത് തിന്നാവുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പെനിട്രേഷന്റെ സമയത്ത് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും. പെയിൻ ഉണ്ടാവും. ചില ആൾക്കാർ ഇങ്ങനെ പറയും ഒരു പൊട്ടി പോകുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറയും. അതേപോലെ ലൂബ്രിക്കേഷൻ വളരെ കുറവായിരിക്കും കുറവായിരിക്കും. ഈസ്ട്രജൻ കുറവാകുമ്പോൾ. അപ്പോൾ വി ക്യാൻ ഹെൽപ്പ് ദം. ഇപ്പം ഇഷ്ടംമാതിരി പേഷ്യൻസ് വരാറുണ്ട്. ഓക്കെ. ആ, ഇതെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാം അല്ലേ? ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. That's ഓൾ great. ദീസ് ആർ ഫിസിയോളജിക്കൽ. ആ. ഇതൊക്കെ നോർമലാണ്. ആ. നമ്മൾ ഇത് സ്ത്രീകളുടെ ജനറലി ഒരു പ്രോബ്ലം ഇത് എൻ്റെ കുഴപ്പമാണ് ആ. എന്നുള്ളൊരു തോന്നല് വരും തോന്നലുണ്ട്. നമുക്ക്. പക്ഷെ ആരുടെയും കുഴപ്പമില്ല. ഇത് നോർമലാണ്. ആൻഡ് നമ്മൾ കുറച്ച് നെഗ്ലക്റ്റും ചെയ്യും. ആസ് നെഗ്ലക്റ്റും ഇൻ ചെയ്യും. ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ വെനെവർ ഇറ്റ്സ് ലൈക്ക് ഒരു ഭയങ്കര പ്രഷർ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ഓക്കെ ലെറ്റ്സ് ജസ്റ്റ് അഡ്ജസ്റ്റ്. നമ്മുടെ പ്ലഷർ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ അത്രയും ആലോചിക്കില്ല. ആ. അപ്പം സ്ത്രീകൾക്ക് പ്ലഷർ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, ലോ ലിബിഡോ ആണെങ്കിൽ ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഡോക്ടേഴ്സ് യെസ്. സോ വൈ ഡു യു ഡു സെക്സ്? നമുക്ക് അതിലൊരു ഓർഗാസം, അതിലൊരു പ്ലഷർ ഉണ്ടെങ്കിലല്ലേ ബാക്കി ചെയ്യാൻ തോന്നുള്ളൂ സ്ത്രീകൾക്ക്. സോ കുറേ സ്ത്രീകൾക്ക് ആ ഒരു ഓർഗാസം അച്ചീവ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുകളുണ്ട്. അവരല്ലെങ്കിൽ കുറേ ആൾക്കാർ ഐ ഗെറ്റ് പേഷ്യൻസ് ഇൻ ദെയർ 30s 34 35 ഇതുവരെയും ഓർഗാസം അച്ചീവ് ചെയ്യാത്ത പേഷ്യൻസ് വരാറുണ്ട്. എനിക്കത് ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഐ Yes. ഹവ് റെഡ് സംവെയർ ദറ്റ് 80% വുമനും അങ്ങോട്ടേക്ക്, ഐ മീൻ ദേ ഹാവൻറ്റ് ഫെൽറ്റ് ദറ്റ് എന്നുള്ളത്. Yes. അത് അങ്ങനെ തന്നെയാണോ? അതെന്തുകൊണ്ടാണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പം ഒരു 14 or 15 year old ഒരു മെയിൽ ചൈൽഡിനെ എടുത്താൽ ദേ വുഡ് ഹാവ് എക്സ്പ്ലോർഡ് ദെയർ സെക്ഷുവാലിറ്റി എ ലിറ്റിൽ ബിറ്റ്. Yeah. അവർക്ക് ഒരു മാസ്പേറ്റ് ചെയ്യുന്നു, അതൊക്കെ ആ. അവർക്ക് അറിയാം. ആ. യു ടേക്ക് എ 14 or 15 year old ഗേൾ ചൈൽഡ്. ആ. അത് കുട്ടിക്ക് അറിയില്ല. അറിയുണ്ടാവും. സാധ്യത ദേ ഡോണ്ട് കുറവാണ്. എക്സ്പ്ലോർ ദെയർ Yeah. സെക്ഷുവാലിറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ എത്തണം, എന്തെത്തിയാലാണ് നമുക്ക് സന്തോഷം തരുന്നതെന്നുള്ളത് അറിയില്ല പെൺകുട്ടികൾക്ക്. ആൻഡ് വേഴ്സ്റ്റ് ഈസ് ആ പെൺകുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പാർട്ട്ണർ, അതായത് ഇപ്പോൾ ഈ ഹസ്ബൻഡ് നമുക്ക് കാണിച്ചു തരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് അവരുടെ മേലൊരു വലിയ പ്രഷറാണ് കേട്ടോ. ദേ ഡോണ്ട് നോ വാട്ട് വി വോണ്ട്. അപ്പൊ അത് ആക്ച്വലി നമ്മളുടെ ഒരു സെക്ഷുവാലിറ്റി കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണം. ചെയ്യണം. എന്താണ് നമുക്ക് ആ ഓർഗാസം തരുന്നത് നമുക്ക് എന്താന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. യൂഷ്വലി പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ടൈം സെക്സ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് സപ്പോസ് ടു ഹേർട്ട് എന്നുള്ളത്. അത് കറക്റ്റ് ആണോ? ഇസ് ഇറ്റ് എ മിത്ത്? എന്താണ് അതിന്റെ റിയാലിറ്റി? സെക്സ് ഇസ് നോട്ട് സപ്പോസ് ടു ബി പെയിൻഫുൾ. നമ്മൾ നെർവസ് ആയിരിക്കും, കുറച്ചൊരു സ്ട്രെച്ച് ഫീൽ ഉണ്ടാവും, മൈറ്റ് ബി അൺകംഫർട്ടബിൾ, നോട്ട് പെയിൻഫുൾ. ഇനിയിപ്പോൾ ചെറിയ പെയിൻ ഉണ്ടായി വെച്ചോളൂ ഫസ്റ്റ് ടൈം. റിപ്പീറ്റഡ്ലി, അതായത് സബ്സിക്വൻറ്റ് ഇൻ്റർകോഴ്സസിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി പെയിൻഫുൾ. ഓക്കെ. അപ്പോൾ അങ്ങനെ പെയിൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സംതിങ് ഈസ് റോങ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും കൺസൾട്ട് ചെയ്യണം. അപ്പോൾ പെയിൻ ഡിസോർഡേഴ്സ് കുറേ ഉണ്ട്. നമുക്കിപ്പം പെയിൻ ഉണ്ടാക്കുന്ന കോസസ് ഉണ്ട്. ഇപ്പോൾ എൻഡോമെട്രിയോസിസ് ഫോർ എക്സാമ്പിൾ, അത് ഡീപ്പ് പെൽവിക് പെയിൻ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നമുക്കത് മാനേജ് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം ഈ പേഷ്യൻസിനെ. ബട്ട് നെവർ ടോളറേറ്റ് പെയിൻ. അങ്ങ് സഹിച്ച് പാർട്ട്ണറിന് വേണ്ടിയിട്ട് ചെയ്യുക. അങ്ങനെ ആ ഒരു ഇത് മാറ്റണം. കാരണം നമ്മൾക്കും അതിൽ എൻജോയ്മെൻറ്റ് കിട്ടും, അത് നമ്മുടെ പാർട്ട്ണറും സന്തോഷമായിരിക്കും. അത് സ്ത്രീകൾ പറയാഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പോൾ പാർട്ട്ണറോട് പറയുകയാണ് എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ അവർ ഫോഴ്സ് ചെയ്തിട്ട് നീ സഹിക്കണം എന്ന് ഇപ്പം ആരും പറയില്ല. ഇപ്പോഴുള്ള പേഷ്യൻസ് ഒക്കെ വളരെ സന്തോഷമായിട്ടാണ് OPD കാണിക്കാനൊക്കെ വരാറുള്ളത്. സോ ഇഫ് യു ടെൽ ദെം അവരത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ എബൌട്ട് ബ്ലീഡിങ്, ഇന്നത്തെ കാലത്തും അങ്ങനെ ആസ് ഇൻ ഫസ്റ്റ് സെക്സ് കഴിയുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാണ് ഞാൻ ആക്ച്വലി വായിച്ചത്. അങ്ങനെയുള്ള ഇതും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ വെരി റെയർലി. Okay. എൻ്റെ സോഫാർ 2 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ആയിട്ടില്ല, ഇത് വെർജിൻ ആണോ എന്ന് നോക്കി എക്സാമിൻ ചെയ്തിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ റിയാലിറ്റി എന്താ വെച്ചാൽ പണ്ടിപ്പോൾ 14 15 16 വയസ്സിലൊക്കെ കുട്ടികളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ പ്രോബബ്ലി യെസ് അവർക്കൊരു ഒരു തിക്കായിട്ടുള്ള ഹൈമനോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ നമ്മളിപ്പം കല്യാണപ്രായം കൂടി, നമ്മൾ കുറേ ഫിസിക്കലി ആക്റ്റീവാണ്, അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ഒരു ഹൈമനായിരിക്കും. അത് റപ്ചർ ചെയ്യുമ്പോൾ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവണം എന്നില്ല. ഈവൻ ചെറിയ പ്രായത്തിൽ നിർബന്ധമില്ല അങ്ങനെ ഒരു ബ്ലീഡിങ് ഉണ്ടാവണം എന്നുള്ളത്. അപ്പം അതൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ്. നമ്മൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വെക്കുന്ന ഒരു പാർട്ട്ണറിലൂടെ ഐ ഡോണ്ട് തിങ്ക് സോ യു ഷുഡ് ലീവ്. ഈ വജൈനൽ ഡ്രൈനസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, UTIs ഒക്കെ
ചില ആൾക്കാരിങ്ങനെ പറയും അവർക്ക് റെക്കറന്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് ശരിക്കും ഈസ് ഇറ്റ് അബൌട്ട് ഹൈജീൻ അതോ നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ? അതോ ഈസ് ഇറ്റ് അബൌട്ട് സംതിങ് അബൌട്ട് ദ പാർട്ട്നേഴ്സ് ഹൈജീൻ? എങ്ങനെയാണ് ഇത് ശരിക്കും? ഹൈജീൻ യെസ്. രണ്ടും ഉണ്ട് ട്ടോ. ആ. ഓവർ ഹൈജീനും അണ്ടർ ഹൈജീനും ഉണ്ട്. ഓ. അണ്ടർ ഹൈജീൻ എന്ന് പറഞ്ഞാൽ യെസ് ഒബ്വിയസ്ലി നമ്മളത് വളരെ ക്ലീൻ ആയിട്ടൊന്നും വെച്ചിട്ടില്ലെങ്കില് നമ്മള് നമ്മളിപ്പോൾ യൂറിനേഷനൊക്കെ ചെയ്തിട്ട് നല്ലോണം വാഷപ്പ് ഒക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ചാൻസസ് ഫോർ ഇൻഫെക്ഷൻ ഉണ്ട്. ഓവർ ഹൈജീൻ അതായത് നിരന്തരമായിട്ട് അവിടെ വാഷസ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഓ, ഓ. സ്പെസിഫിക്കലി ഭയങ്കര സ്മെല്ലുള്ളതും വളരെ കളർഫുൾ ആയിട്ടുള്ള വെജൈനൽ വാഷസ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്താൽ ഓ, നമ്മുടെ ഹെൽത്തി ഒരു ഫ്ലോറ ഉണ്ട് ആ, വെജൈനയ്ക്ക്. ആ. അത് ഡിസ്റ്റർബ്ഡ് ആവും. ഓക്കെ. അപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ. ഇനി പാർട്ട്ണറുടെ കാര്യം. പാർട്ട്നേഴ്സിന് സ്പെസിഫിക്കലി നമ്മളിപ്പോൾ ഗൾഫിലൊക്കെയുള്ള പാർട്ട്നേഴ്സ് ഒരു വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് സഡൻലി ഇവർ സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇവർ വരും. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഒരു കപ്പിളായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്ലോറ ഓരോരുത്തരുടെ ശരീരത്തിലെ ഫ്ലോറ വ്യത്യാസമാണ്. നമ്മൾ ആഹാ. വെൻ യു ഹാവ് റെഗുലർ സെക്സ് നമ്മളൊരു യൂസ് ടു ആയിരിക്കും ആ ഫ്ലോർ. ആഹാ. ഇപ്പോൾ ഈ 2 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ വേറൊരാളുടെ ഫ്ലോറ നമ്മുടെ ശരീരത്തുമായിട്ടൊരു എന്താ പറയുക എക്സ്ചേഞ്ച് വരുമ്പോൾ യാ. ഇൻഫെക്ഷൻ ഉള്ള ചാൻസസ് കൂടുതലായിരിക്കും. കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ മെയിൽസിൻ്റെ റിപ്രൊഡക്റ്റീവ് ഏരിയാസ് ആർ ഡ്രൈ. ഉം. നമുക്ക് വെജൈന ഈസ് വെരി വെറ്റ്. ഉം. അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും ഉം. ഇത് ഫീമെയിൽസിന് കൊടുക്കുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ ഫ്ലറിഷ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കൂടുതലാണ്. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഈസ്ട്രജൻ കുറവുള്ള സ്റ്റേറ്റ്സിൽ ആ. നമ്മുടെ ബാക്ടീരിയൽ ഫ്ലോറ മുന്നേ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഫ്ലോറ അത് ചിലപ്പോൾ അത് പോയിട്ട്. ഡിസ്ട്രോയിഡ് ആവും. സോ അബ്നോർമൽ ആയിട്ടുള്ള ഫ്ലോറ വളരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതേപോലെ ഈ മെനപ്പോസിനൊക്കെ അടുപ്പിച്ചിട്ട് നമ്മുടെ ആ ഒരു എറൗണ്ട് ദ വെജൈന സ്ട്രക്ചേഴ്സിന് ഒരു സ്ട്രെങ്ത് കുറയും ഈസ്ട്രജൻ കുറയുമ്പോൾ. ഉം. അപ്പോൾ ഈ യൂറിത്ര എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഉം. നമ്മുടെ മൂത്രസഞ്ചിയുടെ താഴെയുള്ള ഭാഗമാണ്. അത് ഉം. തുറക്കുമ്പോഴാണ് യൂറിൻ പാസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അത് ചിലപ്പോൾ കുറച്ചിങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഓക്കെ. താഴെ നിന്നുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ മേലെ പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ബ്ലാഡറിനൊക്കെ ശക്തി കുറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇതിങ്ങനെ പ്രസ് ആവുമ്പോഴാണ് യൂറിൻ പാസ് ആ. ആവുക. ആ. അത് നമുക്ക് ഇഫക്റ്റീവ്ലി പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് യൂറിൻ അവിടെ ബാക്കി കിടക്കും. അപ്പോൾ എന്താണ് വീണ്ടും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ചാൻസസ്. കൂടുതലാണ്. അപ്പോൾ ഈ റിക്കറൻറ്റ് വെജൈനൽ ഇൻഫെക്ഷൻ അതേപോലെ വെജൈനയിൽ വരുന്ന ഇൻഫെക്ഷനും യൂട്ടിലൈസ്. യൂറിനറി ഇൻഫെക്ഷനും വളരെ ചാൻസ് കൂടുതലാണ്. ആൻഡ് ദാറ്റ് ഈസ് വൈ നമുക്ക് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി വി ഹാവ് ലേസേഴ്സ് പല എനർജി ഡിവൈസസ് ഉണ്ട്. ഓ. അത് വെച്ചിട്ട് നമുക്ക് ഈസ്ട്രജൻ കൊടുക്കാതെ തന്നെ ആ. ഈസ്ട്രജൻ്റെ ഇഫക്ട്സ് വെജൈനയിൽ കൊണ്ടുവരാൻ പറ്റും. ഓ. ഓക്കെ. സോ ആ വെജൈനൽ ലൈനിങ് ബിക്കംസ് തിക്കർ. ആ ഒരു റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ് കുറയും. കൂടുതലാവും. റെസിസ്റ്റൻസ് കൂടും. ഇൻഫെക്ഷൻസിനുള്ള റെസിസ്റ്റൻസ് പോസിബിലിറ്റീസ് കുറയും. അപ്പോൾ ലോ ലിബിഡോ ഇപ്പോൾ കുറച്ച് കോമൺ ആയിട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് ബിക്കോസ് ഓഫ് ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹോർമോൺ എവറിത്തിങ്. പക്ഷേ എന്താ ശരിക്കും ഇതിന്റെ റീസൺ? ഇത് ഹോർമോണൽ ആണോ, സൈക്കോളജിക്കൽ ആണോ, ജനറ്റിക് ആണോ? ഇപ്പം അത് കൂടുതലായിട്ടുള്ളതായിട്ട് ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ ലോ ലിബിഡോ ആൻഡ് വാട്ട് ഇസ് ദ റീസൺ? ലോ ലിബിഡോ കൂടുതലായിട്ട് ആണോന്നറിയില്ല. ഉം. ബട്ട് യെസ് പേഷ്യൻസ് വരാറുണ്ട്. ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കാരണം തോന്നിയിട്ടുള്ളത് ആ. ഈ ഫോണിൻ്റെ യൂസേജ് ആണ് കേട്ടോ. ഓ. നമ്മൾ രാത്രി ഉറങ്ങണ വരെ ഈ ഫോൺ പിടിച്ചിട്ട് ആ. ഇരിക്കുമല്ലോ. ആ. പണ്ടൊക്കെ 8 മണിക്കുള്ള എന്താ ചിത്രഹാരോ അതൊക്കെ ആ. കഴിഞ്ഞ് ആ. കഴിഞ്ഞാൽ വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ല. ഇല്ല. സോ കപ്പിൾസ് ആർ ടുഗെദർ. അവർ റെഗുലർ എക്സ്പ്ലോർ ചെയ്യും. എക്സ്പ്ലോർ ചെയ്യും. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് രാത്രി ഉറങ്ങണവരെ ഈ റീൽസ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് അത് ഉറക്കം വന്നാലേ ഈ സാധനം മാറ്റി വെക്കുള്ളൂ. ദെൻ യു ആർ സ്ലീപ്പി. എല്ലാവരും മുന്നത്തെ പോലെയല്ല യു വർക്ക് ലോങ്ങർ hours. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഈ ഒരു ഇൻറ്റിമസി എക്സ്പ്ലോർ ചെയ്യാനൊന്നുള്ള സമയമില്ല. പിന്നെ വർക്ക് hours ഒക്കെ ഭയങ്കര വ്യത്യാസം. പണ്ട് വെച്ചാൽ കൂടുതൽ സ്ത്രീകൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഉം. ഇതിപ്പോൾ സ്ത്രീകൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും, ഹസ്ബൻഡിന് വേറെ ഷിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർ തമ്മിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമും കുറച്ചുകൂടെ പണ്ടത്തേൻ്റെ അത്ര ഇല്ല. ഉം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലോ ലിബിഡോ ഇസ് എ റിസൾട്ട് ഓഫ് All എന്താ this. പറയുക ഓൾ ദിസ്. അല്ലാതെ ആസ് ഓഫ് നൗ ഇപ്പോഴുള്ള ഏജിൽ ലോ ലിബിഡോ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. Does it have anything to do with the hormones? ഹോർമോൺസ് യെസ്. ഇപ്പം നമുക്ക് PCOD ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡെലിവറി കഴിഞ്ഞു, മെനപ്പോസിൻ്റെ സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് ഇതിലൊക്കെ ലോ ലിബിഡോ അതായത് വരാം. ഏതെങ്കിലും ഇപ്പൊ ഡോക്ടർ ആദ്യം പറഞ്ഞ ഏതെങ്കിലും ഹോർമോൺസ് കുറഞ്ഞാൽ കൂടിയാൽ അങ്ങനെയുണ്ടോ? ഈസ്ട്രജനും ടെസ്റ്റോസ്റ്റെറോൺ ഇത് Okay. രണ്ടുമാണ് മെയിനായിട്ടുള്ള ലിബിഡോയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ, സ്പെസിഫിക്കലി ടെസ്റ്റോസ്റ്റെറോൺ. Okay. സോ ദാറ്റ് ഈസ് വൈ നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇൻ എനി ഓഫ് ദീസ് കേസസ് ആ. ലിബിഡോ ഇസ് മച്ച് ബെറ്റർ. എക്സസൈസ് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ലിബിഡോ എപ്പോഴും ബെറ്റർ ആയിരിക്കും. Okay. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻഡോജിനസ് ടെസ്റ്റോസ്റ്റെറോൺസ് ഉണ്ടാക്കും എക്സസൈസ് ചെയ്യുമ്പോൾ. ഓ. സോ മസിൽ
ബിൽഡിംഗ് ഈസ് വെരി ഗുഡ് ഫോർ യുവർ ലിബിഡോ. യാ. അപ്പോൾ ഇപ്പോൾ മെനപ്പോസ് ആണെങ്കിലും പോസ്റ്റ് ഡെലിവറി ആണെങ്കിലും ജനറലി ലോ ലിബിഡോ ഉള്ളതാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എക്സസൈസ് ആണ്, Sorry. സ്പെസിഫിക്കലി സ്ട്രെങ്ത് ട്രെയിനിങ്. വജൈനിസ്മസ് ആൻഡ് എൻഡ്രോമെട്രിയോസിസ് ഇത് രണ്ടും എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, രണ്ടും പെയിൻ ഡിസോർഡേഴ്സ്, അതായത് ഇപ്പം സെക്ഷൽ കോണ്ടാക്റ്റിൽ പെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ലൈനിങ് പുറത്ത് ഏരിയാസിൽ കാണപ്പെടുന്ന ഒരു പ്രോബ്ലമാണ്. അത് ഡീപ്പ് പെൽവിക് പെയിൻ, അതായത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അതാണ് എൻഡോമെട്രിയോസിസ്. പക്ഷേ വെജിനിസ്മസ് എന്ന് പറയുന്നത് ഫോബിക് ഡിസോർഡർ ആണ്. അതായത് അവർക്ക് പെയിൻ അല്ല, പെയിൻ ഉണ്ടാവും എന്നുള്ള പേടിയാണ്. ഇറ്റ്സ് മോർ സൈക്കോളജിക്കൽ. യെസ്, മോർ സൈക്കോളജിക്കൽ. ആ ഒരു ചില ആൾക്കാർക്ക് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ സെക്ഷൽ അബ്യൂസോ ഇപ്പോൾ ആരെങ്കിലും പിടിച്ചു തൊട്ടു അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ വെജനിസ്മസ് വളരെ കോമൺ ആണ്. ഇപ്പോൾ നമ്മളൊരു 100 പേഷ്യൻസിനെ എടുത്താൽ ഒരു 90 പേർക്കും ഇങ്ങനത്തെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു നെഗറ്റീവ് ഫീലിങ്സ് ടുവേർഡ്സ് സെക്സ്, ഒരു പേടിയുള്ള കാര്യമാണ് എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും അവർക്ക്. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ കൂട്ടുകാർ പറഞ്ഞ് പേടിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും, അല്ലാതെയും വെജനിസ്മസ് ഉണ്ടാവും. സോ ഇൻ ജനറൽ ഈ ആൾക്കാർക്ക് ഹസ്ബൻഡിനോട് വളരെ സ്നേഹമാണ്, ഫോർ പ്ലേ ഒക്കെ വളരെ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്, പക്ഷെ പെനിട്രേറ്റീവ് സെക്സ് അവർ സമ്മതിക്കില്ല. അപ്പോൾ ഹസ്ബൻഡ് അടുത്ത ഇത് ശ്രമിക്കുവാണെങ്കിൽ യൂഷ്വലി ഹസ്ബൻഡിനെ തള്ളി മാറ്റാനും കാലടയ്ക്കാനും ഒക്കെയാണ് ചാൻസ്. ഇൻ കേസ് ഇപ്പോൾ സമ്മതിച്ചാൽ തന്നെയും ഹസ്ബൻഡിന് ഒരു വോളിൽ ഹിറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അത് നമ്മുടെ ആ ഒരു മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവും. അത് ഇൻവോളണ്ടറി ആണ്, അവർ വേണച്ച് ചെയ്യുന്നതല്ല, അറിയാതെ തന്നെ ആ ഒരു മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവും. അതാണ് വെജനിസ്മസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരു ഗൈനക്കോളജിസ്റ്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ വെജനിസ്മസ് മോർ നമ്മളൊരു സെക്ഷൽ മെഡിസിൻ കൺസൾട്ടന്റ് ആണ് ഡീൽ ചെയ്യാറുള്ളത്. ആസ് എ സെക്സോളജിസ്റ്റ്. സെക്സോളജിസ്റ്റ്, സെക്ഷൽ മെഡിസിൻ ഏതായാലും കുഴപ്പമില്ല. എൻഡോമെട്രിയോസിസ് ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ പീരിയഡ്സ് തുടങ്ങിയിട്ട് ഭയങ്കര പെയിൻഫുൾ പീരിയഡ്സ് ആയിരിക്കും. ഇപ്പോൾ പീരിയഡ്സ് ലീവൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ അങ്ങനത്തെ കുട്ടികൾക്കാണ് ആക്ച്വലി വെരി പെയിൻഫുൾ എൻഡോമെട്രിയോസിസ്. അതേപോലെ അവർക്ക് സിസ്റ്റുകളൊക്കെ ഉണ്ടാവും, ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ടാവും. അവർക്ക് പ്രഗ്നൻസി ആവാൻ ചില ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ട്യൂബിനൊക്കെ ചെറിയ ബ്ലോക്ക് അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എൻഡോമെട്രിയോസിസ്. വെജനിസ്മസ് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് സ്പെക്ട്രത്തിലുള്ള ഒരു അസുഖമാണ്. വെജനിസ്മസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഈസ് തെറാപ്പി. അതായത് നമ്മൾ ഈ കുട്ടീനെ ആ സെക്സ് ഒരു എൻജോയബിൾ കാര്യമാണെന്നും ആ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ മാറ്റാൻ നമ്മൾ തെറാപ്പിയിലൂടെ നോക്കണം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ പെൽവിക് എക്സസൈസസ്, അതായത് റിലാക്സ് ചെയ്യണം. നമ്മൾ പെനിട്രേറ്റീവ് സെക്സിൽ നമ്മൾ ആ പെൽവിസ് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ആ മസിൽ, ഈ ഇൻവോൾണ്ടറി കോൺട്രാക്ഷനുള്ള മസിലിനെ നമ്മൾ റിലാക്സ് ചെയ്യാൻ പഠിക്കണം. മൂന്നാമത്തെ കാര്യം വെച്ചാൽ സിസ്റ്റമിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ നമുക്കൊരു സാധനത്തിനോട് പേടിയുണ്ടെങ്കിൽ നമ്മൾ സ്ലോലി പെയിൻ, സോ നമ്മൾ വെജൈനൽ ഡയലേറ്റേഴ്സും പെയിൻ ഇല്ലാത്ത ലൂബ്രിക്കേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ലോലി ഡയലേറ്റ് ചെയ്തിട്ട് പെയിൻ കുറയ്ക്കുന്നതാണ് സിസ്റ്റമിക് ഡീസെൻസിറ്റൈസേഷൻ. ഇനിയിപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ബോട്ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, വെജൈനൽ ബോട്ടോക്സ് എന്ന് പറഞ്ഞിട്ട്, അതിപ്പോൾ നമ്മൾ എന്താ പറയുക, യെസ്, ന്യൂ അല്ല, പക്ഷേ റിഫ്രാക്ടറി കേസസിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അതായത് ഇതൊക്കെ വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക്. സോ ഇപ്പം നമ്മളിപ്പം കണ്ണിൻ്റെ അടിയിലുള്ള ഈ എക്സ്പ്രഷൻ ലൈൻസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ബോട്ടോക്സ് ചെയ്യില്ലേ, അതെന്താ ചെയ്യണത്, ആ മസിലിനെ റിലാക്സ് ചെയ്യുക. സോ സിമിലർലി ഈ വളരെ കോൺട്രാക്ട് ചെയ്ത മസിലിനെ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടോക്സ്. സോ ദ മസിൽ ഈസ് റിലാക്സ്ഡ്, സോ ദർ വിൽ ബി എ പ്ലേസ് വെയർ ദേ ക്യാൻ ഹാവ് സെക്സ്. ആൻഡ് നമ്മൾ ഈ പ്രൊസീജിയർ അനസ്തീഷ്യയില ചെയ്യുക. അപ്പോൾ അനസ്തീഷ്യ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ഡയലേറ്റർ, ഒരുമാതിരി സൈസുള്ള ഡയലേറ്റർ ഇട്ടിട്ടാണ് പേഷ്യൻ്റ് ഉണരുക. അപ്പോൾ അതോടെ പേടി പോകും, ഇത് ഉള്ളിൽ പോകും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് വരും. സോ ബോട്ടോക്സ് ഹെൽപ്സ്. അങ്ങനെ റിഫ്രാക്ടറി ആയിട്ടുള്ള കുറേ കേസസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ that is also helpful. ഓക്കെ, ദാറ്റ്സ് നൈസ്. പോസ്റ്റ്പാർട്ടം വരുമ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞു ബ്രസ്റ്റ് ഫീഡിങ് പോസ്റ്റ്പാർട്ടം ഒക്കെ വരുമ്പോൾ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുകയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കാനുള്ള പോസിബിലിറ്റി ആൻഡ് സിറ്റുവേഷണലി പ്രിഫറൻസസ് മാറുന്നതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. എത്ര സമയമാണ് നമ്മൾ ബോഡിക്ക്, ഒരു സ്ത്രീയുടെ ബോഡിക്ക് കൊടുക്കേണ്ടത്? ഇസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫോർ പേഴ്സൺ ടു പേഴ്സൺ, അതോ ഒരു ഇത്ര സമയം കഴിഞ്ഞിട്ടും അത് ശരിയാവുന്നില്ലെങ്കിൽ യു ഷുഡ് കൺസൾട്ട് യുവർ ഗൈനക്, അങ്ങനെ പറയാൻ പറ്റുമോ? ഫിസിയോളജിക്കലി, അതായത് നമ്മുടെ ബോഡി ഹീൽ ചെയ്യുന്നത് 6 months. ഓക്കെ. ബട്ട് മെൻ്റലി ഒരു സ്ത്രീക്ക് തോന്നുന്നത്
ഇറ്റ് ഈസ് അപ് ടു ഹെർ. ഉം. ജനറലി നമ്മൾ ഓരോ ആൾക്കാരും നമ്മളുടെ സാഹചര്യങ്ങളും നമുക്ക് ഹെൽപ്പ് നമ്മുടെ സപ്പോർട്ടൊക്കെ എത്ര അനുസരിച്ച് ഇറ്റ് ടേക്സ് ഡിഫറെൻറ്റ് ടൈം. ഉം. പക്ഷേ ഐ വുഡ് സേ 1 ഇയർ. ഉം. ഒരു 1 ഇയറിൽ ആൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല സെക്സിലെങ്കിൽ ഉം. ബെസ്റ്റ് ടു കൺസൾട്ട് എ ഡോക്ടർ. സെക്സിൽ മാത്രമല്ല ബാക്കി ഫിസിക്കലി ഇൻറ്റിമസി വേറെ ഒന്നിലും താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പോസ്റ്റ്പാർട്ടം ബ്ലൂസും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇവാലുവേഷൻ ഈസ് ബെറ്റർ. ഓക്കെ. കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇങ്ങനെ തലമുറകളായി കേട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ്. അത് ഡോക്ടർ അത് കറക്റ്റ് ആണോ അതോ മിത്താണോ അങ്ങനെ പറയണം. ഡസ് മാസ്റ്റർബേഷൻ കോസ്റ്റ് ഇൻഫെർട്ടിലിറ്റി? നോ. നോ വേ. ഇല്ല. സീ മാസ്റ്റുർബേഷൻ ഇഫ് യു ആർ ട്രൈയിങ് ടു ഗെറ്റ് പ്രഗ്നന്റ്, മെയില് ഇടയ്ക്കിടയ്ക്ക് മാസ്റ്റുർബേറ്റ് ചെയ്താൽ സീമെൻ്റെ കൗണ്ട് സ്പേം കൗണ്ട് കുറവായിരിക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ മേ ബി നോ അവോയ്ഡ് ഇറ്റ്. ഉം. അതർവൈസ് നോ ഡസൻ കോസ് ഇൻഫെർട്ടിലിറ്റി. ഓക്കെ. ആൻഡ് മെൻ ആൻഡ് വുമൻ 2 പേരും ആക്ച്വലി മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് ഒരു ആവശ്യം. യെസ്. നമുക്കറിയണ്ടേ, നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ വേണ്ടേ, നമുക്കെന്താ ഇഷ്ടം, നമ്മൾ എന്താണെന്നുള്ളൊരു ഐഡിയ വേണ്ടേ. ഐ തിങ്ക് ദാറ്റ്സ് എ ഹോൾ പോയിന്റ് ഓഫ് ആ ഒരു പേഴ്സണാലിറ്റി എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ആൻഡ് സെക്ഷുവാലിറ്റി ഈസ് എ പാർട്ട് ഓഫ് നമ്മുടെ ഒരു ഹോൾ ബീയിങ്ങിൻ്റെ ഒരു പാർട്ടാണല്ലോ അത്. സോ യു ഷുഡ് നോട്ട് ബി ഷെയിംഫുൾ അബൌട്ട് ദാറ്റ്. ആൻഡ് എബൌട്ട് ദ സെക്സ് ടോയ്സ് ദറ്റ് പീപ്പിൾ യൂസ് ഇപ്പം ഇപ്പം ഒരുപാട് അങ്ങനെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളത് കൊണ്ട് അതർ ദാൻ ഇറ്റ് ഷുഡ് ബി ഹൈജീനിക് അല്ലെങ്കിൽ വാഷ്ഡ് എന്നൊക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും അതിൽ യു ഹാവ് ടു ബി കെയർഫുൾ വിത്ത് സോ ആൻഡ് സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നോ. അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റിയ സാധനം ചൂസ് ചെയ്യുക. സോ ഓക്കെ. ഇഫ് യു ആർ എ പേഴ്സൺ ഹൂ ഗെറ്റ്സ് ഓർഗാസംസ് ഓൺലി ഫ്രം ക്ലൈറ്ററിസ്, അപ്പോൾ പുറത്തുള്ള സ്റ്റിമുലേഷനിൽ മാത്രമാണെങ്കിൽ യു ബൈ ഇറ്റ് അക്കോർഡിംഗ്ലി. അല്ല ജി സ്പോട്ട് സ്റ്റിമുലേഷൻ ആണ് വേണ്ടെങ്കിൽ യു ബൈ ദാറ്റ് കൈൻഡ് ഓഫ് ടോയ്സ്. ആൻഡ് യൂഷ്വലി ഞാൻ പറയുക വെച്ചാൽ അത് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ കിട്ടുന്ന ലോഷൻസ് ആ. ക്ലീൻ വിത്ത് ദാറ്റ് ഓക്കെ. ആൻഡ് ഡ്രൈ ഇറ്റ്. നല്ല ഡ്രൈ ആയിട്ട് സ്റ്റോർ ചെയ്യുക. ആൻഡ് ബിഫോർ യു വാഷ് ഇറ്റ് അഗെയിൻ ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യുക. ആ. നോ ഹാം ഇൻ യൂസിങ്. ഓക്കെ. ഇനി ഇപ്പോൾ ഒരു 16 ഇയർ ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയോട് സ്കൂളിൽ നിന്ന് നമ്മളിപ്പോൾ പൊതുവെ അങ്ങനെ വലിയ സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല. സംതിങ് ദറ്റ് സ്കൂൾ സ്കിപ്സ് അവരോട് പറയണം ഡോക്ടർക്ക് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയാ? ഐ വുഡ് സേ കോൺട്രസെപ്ഷൻ. ബിക്കോസ് ഇപ്പം ഒരുപാട് ചെറിയ കുട്ടികൾ പ്രീമാരിറ്റൽ സെക്സ് വളരെ കോമൺ ആണ്. Yeah. പക്ഷേ അവർ പ്രഗ്നൻ്റ് ആവുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ഈ ട്രോമ, ഒരു അബോർഷൻ, അതിൻ്റെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. സി വെൻ പ്രീമാരിറ്റൽ സെക്സ് ഈസ് ദിസ് കോമൺ, അവർക്ക് കോൺട്രസെപ്ഷനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കൊടുക്കണം. അവരൊരു ഫണ്ണായിട്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് പ്രഗ്നൻസി. നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വരാം. ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിന് ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസും ഉണ്ട്, ലോങ് ടേം കോംപ്ലിക്കേഷൻസും ഉണ്ട്. ഈ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഉണ്ടാവാം എസ് ടി ഡിസിൽ. ലൈഫ് ലോങ് നമ്മൾ ക്യാരി ചെയ്യുന്ന വൈറസസ് ഉണ്ടാവാം. അപ്പോൾ അത് ഐ തിങ്ക് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് എവറി ഗേൾ ചൈൽഡ് മാത്രമല്ല ബോയ് ചൈൽഡ് ഓൾസോ ഷുഡ് നോ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ. ആൻഡ് വൺ മോർ തിങ് ഇഫ് ഐ ക്യാൻ സേ, മേ ബി മെൻസ്ട്രൽ കപ്പ് യൂസ്. ബിക്കോസ് ഇന്ത്യയിൽ അത്രയും പെൺകുട്ടികളുടെ ഈ ഒരു നമ്മൾ ഈ പ്ലാസ്റ്റിക് വേസ്റ്റേജ് വളരെ കൂടുതലുള്ളൊരു കൺട്രിയാണ് നമ്മൾ. ആൻഡ് ഓൾസോ ഈ മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ ധാരണയുണ്ടാവും നമ്മുടെ ഒരു പേഴ്സണൽ ഏരിയനെ കുറിച്ചിട്ടും. നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും. വെൻ യു ഗെറ്റ് മാരീഡ്, വെൻ യു ഗോ ഇൻ ടു ഈ ഇൻറ്റിമസിയുടെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവർ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് എ ഗുഡ് ഐഡിയ. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ പ്രീ മാരിറ്റൽ സെക്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ സെക്സ് ഹാസ് ബിക്കം വെരി കാഷ്വൽ. Very casual. കാഷ്വൽ സെക്സ് ഒക്കെ ഒരുപാട് കൂടുതലുണ്ട്. അപ്പോൾ സൂൺ ആഫ്റ്റർ ദ ഗെറ്റ് പ്രഗ്നന്റ് ഓർ സംതിങ് അവർ ഇപ്പം ദർ ആർ മെഡിസിൻസ് ടു, അതായത് സൂൺ ആഫ്റ്റർ അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊരു മെഡിസിൻ എടുക്കാം എന്നൊക്കെയുള്ള പോലെ, അല്ലെങ്കിൽ ഈവൻ ഗോയിങ് ഫോർ എൻ അബോർഷൻ. ഇതൊക്കെ ഒരു സ്ത്രീയുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും ഹോർമോണൽ വേരിയേഷൻസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവുമല്ലോ. അത് എത്രത്തോളം ട്രോമാറ്റിക് ആണ് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സി ഐപിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹൈ ഡോസ് ഓഫ് പ്രൊജസ്ട്രോൺ. 1.5 മില്ലിഗ്രാം പ്രൊജസ്ട്രോൺ ആണ് ഒരു ഐപിയിലുള്ളത്. നമ്മളൊരു ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസിൽ മൈക്രോഗ്രാംസ് ഉള്ളത്, ലൈക്ക് തൗസൻഡ്സ് കുറവാണ് ഡോസ്. സോ വെൻ യു ഗിവ് ദിസ് ഹൈ ഡോസ് ഓഫ് പ്രൊജസ്ട്രോൺ, നമ്മളുടെ ഹോർമോൺസ് വിൽ ഗോ ഫോർ എ ടോസ്. പീരീഡ്സ് കുറേ സൈക്കിൾസ് പിന്നെ ഇറഗുലർ ആയിരിക്കും. നമ്മുടെ മൂഡും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കൂടുതലാണ് ഐപിൽ. ആൻഡ് ഐപിൽ ഇസ് നോട്ട് ഒരു 100% സക്സസ്ഫുൾ ആയിട്ടുള്ള സംഭവമല്ല. സോ ഓവുലേഷന് ശേഷമാണ് ഈ ഐപിൽ എടുക്കുന്നതെങ്കിൽ ഇറ്റ് മൈറ്റ് നോട്ട് പ്രിവെൻറ്റ് പ്രഗ്നൻസി. അപ്പോൾ ഒരു 68% ഒക്കെ ചാൻസസ് ഓഫ് കോൺട്രസെപ്ഷൻ ഉണ്ടാവുള്ളൂ.
പിന്നെ പ്രഗ്നൻസി ആയാല് ഓഫ് കോഴ്സ് ഈ ഒരു അബോർഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും. ഉം. അത് ഓരോ ആൾക്കാർക്കും ഒരേപോലെ ആയിരിക്കും. ചില ആൾക്കാർക്ക് അത് കാഷ്വലായിട്ട് എടുക്കാൻ പറ്റുമായിരിക്കും. ചില ആൾക്കാർക്ക് ഇറ്റ് വിൽ ബി വെരി ട്രോമാറ്റിക് ഉം. ആൻഡ് അത് അവോയ്ഡ് But ചെയ്യാനും is it പറ്റില്ല. causing some problems in your uterus or something as well? യൂഷ്വലി മെഡിക്കൽ അബോർഷൻ നോ. ജനറലി വലിയ പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ നമ്മളതിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിന് ലിവർ ടോക്സിസിറ്റി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. സോ Okay. അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രാക്ടീസിങ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡോക്ടർ അങ്ങനെ കൊടുക്കുള്ളൂ. പക്ഷേ ഇവർ ഓവർ ദ കൗണ്ടർ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ യു നെവർ നോ. റീസെൻ്റ്ലി ഒരു പേഷ്യൻറ്റ് വന്നിരുന്നു. ആരുടെയോ ഫ്രണ്ടിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ട് അവർ മരുന്ന് കഴിച്ചു. വർക്ക് ചെയ്തില്ല. നൗ 15 വീക്സ് പ്രഗ്നൻസി ആയി. ഇപ്പോൾ മെഡിസിൻ വെച്ചിട്ട് പോവില്ല. നൗ സർജിക്കലി ചെയ്യണം. പേരൻസിന് അറിയില്ല. സോ ഐ സേ യു ഹാവ് ടു ടെൽ യുവർ പേരൻറ്സ്. വേറെ ഓപ്ഷൻ ഇല്ല. പേരൻസിനോട് പറയണം. DNC എന്നൊക്കെ പറഞ്ഞ ഒരു സർജിക്കൽ ഓപ്ഷനാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൾ ദീസ് കോംപ്ലിക്കേഷൻസ് വിൽ ബി ദേർ. അപ്പോൾ ഐ തിങ്ക് അതിനെക്കുറിച്ചൊരു നല്ലൊരു ബോധം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കോസ്മെറ്റിക് ഗൈനക്കോളജി ഇപ്പം എനിക്ക് തോന്നുന്നു ഡോക്ടർ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് കേരളത്തിൽ. അപ്പോൾ അത് ഞാനൊക്കെ ആദ്യമായിട്ട് ഇപ്പം ഡോക്ടർ വരണോണ്ട് റിസർച്ച് ചെയ്യുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് തന്നെ അറിയുന്നത്. ഇതിലുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഞാൻ നോക്കിയപ്പം ലാബിയ പ്ലാസ്റ്റി അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് കണ്ടത്. അപ്പോൾ അത് തൊട്ടിട്ട് വെജൈനൽ ടൈറ്റനിങ് ടു ജി സ്പോട്ട് ഷോട്ട്സ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ന്യൂ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് ഫോർ സമൺ ടു ഹാവ് എ വെരി ഗുഡ് സെക്സ് ലൈഫ് ആൻഡ് എവറിത്തിങ്. ഓക്കെ. കോസ്മെറ്റിക് ഗൈനക്കോളജി ആക്ച്വലി ആ പേരൊരു ഭയങ്കര മിസ്നോമറാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഫങ്ഷണൽ എന്ന് ഗൈനക്കോളജിയാണ് വേണം പേരിടാൻ. ശരിക്കും ഫങ്ഷണൽ ആൻഡ് റീജനറേറ്റീവ് ഗൈനക്കോളജിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ. ഞാൻ 10 പേഷ്യൻസിനെ കണ്ട ഒരാളൊക്കെയാണ് ശരിക്കും കോസ്മെറ്റിക് ആയിട്ടുള്ള പേഷ്യൻ്റ് ഉണ്ടാവാറുള്ളൂ. സോ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ബേസിക്കലി നമ്മൾ ലേസർ പോലത്തെ ചികിത്സകളുണ്ട്. അതായത് SUI. SUI എന്ന് പറഞ്ഞാൽ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ് കേട്ടോ. ഓക്കെ. എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജാർഗൻസ് ഒന്നും ഉപയോഗിക്കാൻ. സോ അതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി ജമ്പിങ് ജാക്സ് ചെയ്യാൻ പോകുമ്പോൾ യൂറിൻ ലീക്ക് ചെയ്യുന്നു. അതാണ് അറിയാതെ നമ്മൾ അറിയാതെ യൂറിൻ പോകുന്നതാണ് ആ. യൂറിനറി ഇൻകോണ്ടിനൻസ്. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കുറേ പേഷ്യൻസ് പറയാൻ നിസ്കരിക്കാൻ പോകുമ്പോൾ ആ. ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അറിയാതെ ഓ യൂറിൻ ഓ പോകണം. ഓ. കുറേ ഉമ്മമാർ ഈ ഹജ്ജിനും ഒക്കെ ഇപ്പോൾ ഉംറയ്ക്കൊക്കെ പോണതിന് മുന്നേ ഈ യൂറിൻ ലീക്കേജ് മാറ്റാൻ വേണ്ടി വരാറുണ്ട് കേട്ടോ. അത് ശരി. ഞാൻ ബിക്കോസ് ഇപ്പോഴും പറയും അവർക്ക് ഇത്രയും നാളത് ട്രീറ്റ് ചെയ്യാതെ വെച്ചിട്ട് ഇപ്പോൾ ഒരു തീർത്ഥാടനത്തിന് പോകണം എന്ന് പറയുമ്പോൾ ആൾക്കാർ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. സോ ഇതൊരു കാര്യം. അതേപോലെ വെജനൽ ടൈറ്റനിങ് ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ പ്രസവത്തിന് ശേഷം കുറേ പ്രസവമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷെ കുറേ ആൾക്കാർക്ക് ആ ഒരു ലാക്സിറ്റി ഉണ്ടാവും. വെജനൽ ലൂസായത്. അപ്പോൾ അവർക്ക് ആ സെക്ഷൽ പ്ലെഷർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ബോത്ത് ഫോർ വൈഫിനും ഹസ്ബൻഡിനും. അതും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ്സ് വഴി നമുക്ക് ട്രീറ്റ് ചെയ്യാം. എഗെയിൻ പെരിമെനോപോസൽ അവർക്ക് ഈ ഡ്രൈനെസ്, ലൂബ്രിക്കേഷൻ കുറവ് അങ്ങനത്തെ സംഭവങ്ങൾക്കും നമുക്കിതിൽ ട്രീറ്റ് ചെയ്യാം. ഓർഗാസ്മിക് ഡിസ്ഫങ്ഷൻ അതാണ് ഇപ്പോൾ പറഞ്ഞ ജി ഷർട്ട് എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് ചില സ്ത്രീകൾക്ക് ഓർഗാസം അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് 2 ഏരിയയാണ് സ്ത്രീകളുടെ ഓർഗാസം ഉണ്ടാക്കുന്ന ഏരിയാസ്. വൺ ഈസ് ക്ലിറ്ററിസ് ആൻഡ് അതർ വൺ ഈസ് ജി സ്പോട്ട്. അപ്പോൾ രണ്ടിലേക്കും നമുക്ക് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഈ ഓഷോട്ട് ജി ഷർട്ട് എന്നൊക്കെ ഉള്ളത്. ബേസിക്കലി ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുക ചെയ്യുക. അത് ശരി. ആൻഡ് ആ ഏരിയ കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആക്കും. അപ്പോൾ ആ ഫ്രിക്ഷൻ വെൻ യു ഹാവ് സെക്സ് ഫ്രിക്ഷൻ അവിടെ കുറച്ചുകൂടെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഓർഗാസംസ് കുറച്ചുകൂടെ പ്രഷർ കുറച്ചും കൂടെ ബെറ്റർ ബെറ്റർ ആയിരിക്കും. ആയി. ഇത് പ്രത്യേകിച്ച് ഇഫക്റ്റീവ് ആർക്കാന്ന് വെച്ചാൽ മുന്നേ നല്ല ഓർഗാസംസ് ഉണ്ടായിരുന്നു, പക്ഷെ പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ മെനോപോസിന് അടുപ്പിച്ചിട്ട് ഓർഗാസംസ് കിട്ടാത്ത സ്ത്രീകൾക്ക് വളരെ ഇഫക്റ്റീവാണ് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ്. ഇനി സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ ലേബിയോപ്ലാസ്റ്റി പറഞ്ഞത്. ലേബിയോപ്ലാസ്റ്റി 2 തരത്തിൽ ചെയ്യാം കേട്ടോ. ചില ആൾക്കാർക്ക് സാഗി ആയിട്ടുള്ള ലേബിയ ഉണ്ടാവും. അത് കാണാനൊരു ഭംഗി കുറവിന് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ റീസെൻ്റ്ലി എനിക്കൊരു 22-year-old ഗേൾ വന്നിരുന്നു. ആളുടെ എന്താ വെച്ചാൽ ഒരു ലേബിയ ഭയങ്കര ലോങ്ങറാണ്. അത് പോയിട്ട് നമ്മളുടെ ആ ഒരു ഏരിയനെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക. സോ ദിസ് ഇസ് That's a നോട്ട് problem. That's a യെസ് ഇറ്റ്സ് എ medical. പ്രോബ്ലം, Yeah. മെഡിക്കൽ പ്രോബ്ലം. സോ വി ആർ ഡൂയിങ് ലേബിയോപ്ലാസ്റ്റി ഫോർ ഹെർ. അതല്ലാതെ ഹൈമിനോപ്ലാസ്റ്റി ഉണ്ട്. ഹൈമിനോപ്ലാസ്റ്റി അതൊരു വളരെ എന്താ പറയുക അതിനെ ഒരു കുറച്ചൊരു കോൺട്രവേഴ്സി ഉള്ള. സോ വി ഹാഡ് എ പേഷ്യൻറ്റ് റീസെൻ്റ്ലി. ഷീ ഈസ് ഡൂയിങ് ഹൈമിനോപ്ലാസ്റ്റി. ഹസ്ബൻഡിന് എന്തോ 25th ഇയർ ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഹൈമിനോപ്ലാസ്റ്റി എന്ന പേഷ്യൻ്റ് ഉണ്ട്. സോ പക്ഷെ ചില ആൾക്കാരെന്താ വെച്ചാൽ അവർക്ക് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ടാവും. ഈ റീസെൻ്റ്ലി ഐ ഹാഡ് എ പേഷ്യൻറ്റ്. ആൾ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ
പാർട്ട്ണറിന് അറിയാം. ഉം. ആഹ്, That I have മുന്നേ had റിലേഷൻഷിപ്സ് relations. ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഹാവ് ഹാഡ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആ. ആൻഡ് ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ് ആഫ്റ്റർ ഫ്യൂ മന്ത്സ്. ആ. പക്ഷേ ആൾക്കൊരു Restart. അവർക്കൊരു റീസ്റ്റാർട്ട്. സോ Okay. ഐ തിങ്ക് നമ്മൾ Fair ജഡ്ജ് enough. ചെയ്യേണ്ട ആവശ്യമില്ല. Yeah, ഇറ്റ് ഈസ് അപ് ടു ദം. yeah. ഇപ്പം മെഡിക്കലി ഓക്കെ ആണെങ്കിൽ, ആ. ഇഫ് ഷീ ഈസ് ഫിറ്റ് ഫോർ ദ പ്രൊസീജിയർ, Yeah. ഹൈമിനൽ റെമനൻസ് ഒക്കെ ഉണ്ട്, നമുക്കതൊരു നന്നായിട്ട് ആ കുട്ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ വൈ നോട്ട്? ഹൂ ആർ വി ടു ജഡ്ജ്? ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത സ്ത്രീകളായിരിക്കും കൂടുതൽ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ ഉള്ളത് ഒരു ഷെയിം അറ്റാച്ച്ഡ് ആണ് നമ്മുടെ ജനറേഷനെങ്കിലും അറ്റ്ലീസ്റ്റ്. അപ്പം ശരിക്കും ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറൊക്കെ ഇതിലൊക്കെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയ പ്രോബ്ലം ഉള്ള സർജറീസ് അല്ല. ഓക്കെ. പിന്നെ ഡെഫിനറ്റ്ലി ഒരു അനസ്തീഷ്യ കൂടെ പോകുന്നതിൻ്റെതും ബ്ലീഡിങ്ങോ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ ജനറലി വെരി സേഫ്, ബിക്കോസ് വെജൈന വെരി ഫോർഗിവിങ് ഓർഗൻ ആണ്. ദിസ് എ ലോട്ട് ഓഫ് ബ്ലഡ് സപ്ലൈ. സോ വട്ട് എവർ യു ഡു ദെയർ ജനറലി അത് ഹീൽ ചെയ്യും. ഓക്കെ. അതുകൊണ്ടാണ് ഈ പ്രസവത്തിന് ശേഷമുള്ള സംഭവങ്ങളൊക്കെ ഹീൽ ചെയ്യും. ആൻഡ് നമ്മൾ യങ്ങർ ഫീമെയിൽസിലാണല്ലോ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കല്ല ചെയ്യുന്നത്. സോ ഓക്കെ. യൂഷ്വലി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. ഉണ്ടാവാറില്ല. ബട്ട് യെസ്, അനസ്തീഷ്യ ആണ്, നമ്മൾ കൺസെന്റ് ഒക്കെ എടുക്കും. എന്നാലും വലിയ പ്രോബ്ലംസ് ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ ഇതല്ലാതെ ഇപ്പോൾ വെജിനോപ്ലാസ്റ്റി ഒക്കെ ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞില്ലേ, ലേസർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്തിട്ടും വെജൈനൽ ടൈറ്റനിങ് നമുക്ക് ചെയ്യാം. ചില ആൾക്കാർക്ക് വേണ്ടി വരും മൾട്ടിപ്പിൾ ഡെലിവറീസ്. കുഞ്ഞുവാവ ഭയങ്കര വെയിറ്റ് ഉള്ള ബേബീസ് ആയിരിക്കും. അപ്പോൾ വെജൈന ഭയങ്കരമായിട്ട് ലാക്സ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് പ്രൊലാപ്സ് ഉണ്ടാവും, അതായത് യൂട്രസ് ഒക്കെ താഴ്ച. അപ്പോൾ എല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സർജറി ആയിട്ട് തന്നെ അവർക്ക് എല്ലാം കൂടെ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇതൊന്നും ഇല്ല, ചെറിയ താഴ്ചയുള്ളൂ എങ്കിൽ നമുക്ക് ഈ ലേസേഴ്സ് ഒക്കെ വെച്ചിട്ടും, ലേസർ മാത്രമല്ല കുറേ എനർജി ബേസ്ഡ് ഡിവൈസസ് ഉണ്ട് കേട്ടോ. ലേസർ, ഹൈഫു, അങ്ങനെ പലതും ഉണ്ട്. അതേപോലെ ഒരു ഹൈഫം ചെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കസേര ഉണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ചെയർ ഇൻ ദ വേൾഡ് ഫോർ എ ഫീമെയിൽ. സോ വാട്ട് ഇറ്റ് ഡസ് ഈസ്, നമ്മൾ കീഗൽ എക്സസൈസ് ചെയ്യില്ലേ ടു ഹെൽപ്പ് ദ പെൽവിക് ഫ്ലോർ സ്ട്രോങ് ആക്കാൻ വേണ്ടി, ടൈറ്റൻ ചെയ്ത് റിലാക്സ് ചെയ്യുന്ന അതല്ലേ പറയുന്നത്? അതന്നെ. അപ്പോൾ അത് 11,000 കീഗൽ എക്സസൈസ് ഹാഫ് ആൻ അവറിൽ ഡെലിവറി ചെയ്യും. സോ You just have to sit on the യു chair. ജസ്റ്റ് ഹാവ് ടു സിറ്റ് ഓൺ ദ ചെയർ, ഫുള്ളി ഡ്രസ്ഡ്, ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. സോ അത് ഐ തിങ്ക് ഇറ്റ്സ് എ ഗോഡ് സെൻറ്റ് ഗിഫ്റ്റ് ഫോർ വിമൻ. ഇപ്പോൾ പ്രസവത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ വെജൈന ബിക്കംസ് മച്ച്, എന്താ പറയുക, ഹെൽത്ത് കുറച്ചുകൂടെ റിസ്റ്റോർ ചെയ്യാം. അതേപോലെ ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ സെക്ഷൽ ഡിസ്ഫങ്ഷൻ. അതുമാത്രമല്ല മെയിൽസിൻ്റെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷന് വളരെ യൂസ്ഫുൾ ആണ്. മെയിലിന് യൂസ് ചെയ്യാൻ പറ്റും. മെയിലിന് യൂസ് ചെയ്യാം. മെയിൽസിന് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അവർക്ക് വളരെ ഇഫക്റ്റീവ് ആണ്. അതിനെക്കുറിച്ച് കുറേ സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. ഇനി ഇപ്പം നേരത്തെ തന്നെ ഡോക്ടർ പറഞ്ഞു കുറേ ആൾക്കാർ സോഷ്യൽ പ്രഷറിലും അല്ലെങ്കിൽ മെഡിക്കൽ റീസൺസിലൊക്കെ ഡോക്ടറിന്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ആസ് ഇൻ ഒരു കോസ്മെറ്റിക് കോഴ്സിന് വേണ്ടിയിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ അവരെ വളരെ എൻകറേജ് ചെയ്യാറുണ്ടോ, അതോ ആദ്യം മെഡിസിൻസ് അങ്ങനെ ട്രൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകാനാണോ പറയാം? സോ ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്കൊന്ന് ആപ്റ്റ് ആയിട്ടുള്ളത് പിഗ്മെന്റേഷൻ. ഇപ്പോൾ ആ ഇന്റിമേറ്റ് ഏരിയ കളറ് പിഗ്മെന്റേഷൻ ഉണ്ടായിട്ട് അവിടെ കറുപ്പ് നിറം നോർമലാണ്. Yeah. പക്ഷേ കുറേ ആൾക്കാർക്ക് ആ ഒരു കളർ ചേഞ്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, insecurity. ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. മേ ബി അവരൊരു പുതിയ റിലേഷൻഷിപ്പിൽ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു കല്യാണം വരുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ബോഡീനെയൊക്കെ ഒന്ന് 30s ഒക്കെ ആകുമ്പോൾ ദേ ജസ്റ്റ് വാണ്ട് ടു ഡു സംതിങ് ഫോർ ദെംസെൽസ്. ആ ഒരു മിഡ് ലൈഫ് ക്രൈസിസ് പോലെയൊക്കെ ഉണ്ടാവും ആൾക്കാർക്ക്. സോ ഐ ഹാഡ് എ പേഷ്യൻറ്റ് റീസെൻ്റ്ലി. ആളുടെ ഹസ്ബൻഡ് ഹാഡ് ചീറ്റഡ് ഓൺ ഹർ. സോ ഷീ ജസ്റ്റ് വാണ്ടഡ് എ ചേഞ്ച്. ആൾക്ക് അങ്ങനെ ഒരു മേക്ക് ഓവർ വേണം. സോ ഷീ ജസ്റ്റ് വാണ്ടഡ് ടു ഡു എവറിത്തിങ്. ഷീസ് ലൈക്ക്, അവിടുത്തെ പിഗ്മെന്റേഷൻ മാറ്റണം ഡോക്ടർ, എനിക്ക് എല്ലാം ഒന്ന് റെഡി ആക്കണം. സോ അത് അവരുടെ ചോയ്സാണ്. സോ ഐ ടെൽ ദം, സി പിഗ്മെന്റേഷൻ ഒരു കാര്യം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും പഴയ പോലെ ആവണമെന്നില്ല. നമുക്ക് ഇപ്പോൾ മുഖത്തുണ്ടാവുന്ന സെയിം കളർ അവിടെ എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കുറേ ഫ്രിക്ഷൻ ഉണ്ട് അവിടെ, കുറേ ഹ്യൂമിഡിറ്റി ഉള്ള ഏരിയ ആണ്. നമ്മൾ അണ്ടർവെയർ ഒക്കെ ഇടുമ്പം അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അവിടെ എന്തായാലും ഡാർക്കർ ആയിരിക്കും. പക്ഷേ നമ്മൾ ഉള്ളതിനേക്കാൾ കുറച്ച് ഷെയ്ഡ്സ് ബെറ്റർ ആക്കും. അതേപോലത്തെ ആ ടെക്സ്ചർ ബെറ്റർ ആവും. ചില ആൾക്കാർക്ക് വളരെ റഫായിട്ടുള്ള ടെക്സ്ചർ ഒക്കെ ഉണ്ടാവും. സോ ദാറ്റ് ബിക്കംസ് ബെറ്റർ. അപ്പോൾ നമ്മൾ എപ്പോഴും പേഷ്യൻസിന് ആ ഫോട്ടോ ഒക്കെ എടുക്കും. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. ഇത്ര ഷെയ്ഡ്സ് ഒക്കെ ബെറ്റർ ആവുള്ളൂ, കൺസെന്റ് എടുക്കും, പേഷ്യന് പറഞ്ഞു കൊടുക്കും. റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ്, അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ നമ്മൾ 100% ഇത് റെഡിയാക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ആൻഡ് എന്ത് ചികിത്സ ചെയ്താലും ഓരോ പേഷ്യൻസിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത്
മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് എന്താ വെച്ചാൽ കുറച്ചെങ്കിലും ബെറ്റർ ആയില്ലേ, ആ, വളരെ ഒരു എന്താ പറയുക ആശ്വാസമാണ്. ആ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ യൂറിൻ ലീക്കൊക്കെ. ആ. ഇപ്പോൾ യൂറിന് ലീക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അവർക്ക് അതെ അതെ. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ഒരു ആ. ഫംഗ്ഷന് പോകാൻ പറ്റില്ല, ഉം, തുമ്മാൻ പറ്റില്ല. ഉം, ഇപ്പോൾ നമ്മളിങ്ങനെ ചിരിക്കാൻ പറ്റില്ല. ഉം, ഫ്രണ്ട്സൊക്കെ കൂടി ഇങ്ങനെ ഒന്ന് ബഹളമായിട്ട് ചിരിച്ചാൽ പോയി. ഐ ഹാഡ് എ പേഷ്യൻറ്റ്, ഷീസ് എ ഡാൻസർ. ഉം. ഡാൻസർ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറേ നേരം ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇരിക്കണമല്ലോ, ആ. മാറ്റാൻ പറ്റില്ലല്ലോ. ക്ലാസിക്കൽ അതറിയൂല്ല ഡാൻസ് അല്ലേ? അത്രയ്ക്ക് അറിയില്ല നമ്മള്. ആസ് ഇൻ വെറ്റ് അറിയും. ആവുമ്പളേ നമ്മൾ അറിയൂ. വെറ്റാവുമ്പോ ലൈക്ക് ഇത്രയും ഡ്രസ്സപ്പ് ചെയ്തിട്ട് ആ, ക്ലാസിക്കൽ ആ, ഡാൻസേഴ്സിന് ആ. അവർക്ക് കുറേ നേരം നിക്കേണ്ടി വരും നിൽക്കേണ്ടി അങ്ങനെ. വരും. അപ്പോൾ തുമ്മുമ്പം ആ യൂറിൻ ഇങ്ങനെ ലീക്കാവും. ലൈക്ക് ആ ഡ്രസ്സിലൊക്കെ കാണും. ഷീ ഈസ് വെരി അപ്സെറ്റ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ആൾക്കാർക്ക് നമ്മളിത് ചെയ്തൊരു ഹെൽപ്പ് എന്നുള്ള വലിയ കാര്യമാണ് യാ, കേട്ടോ. യാ, യാ. കാരണം അതിൻ്റെ സർജറീസിനും അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ആണ്. ദിസ് ഹാസ് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ചികിത്സകളാണ്. ഇപ്പം ഞാനിത് നോക്കിയപ്പോൾ ഡിസൈനർ വജൈന എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് കണ്ടു. അത് ശരിക്കും അങ്ങനെ ഒരു ടേം ഉണ്ടോ? ആൻഡ് എത്രത്തോളം ആൾക്കാർ ഇപ്പം ഡോക്ടർ പറഞ്ഞു യങ്ങർ ആയിട്ടുള്ള കുട്ടികളാണ് എപ്പോഴും ഇങ്ങനത്തെ കൺസേൺസും കൊണ്ട് വരിക. എത്രത്തോളം അത് ബോഡി ഇമേജ് ഇഷ്യൂസ് ആണ്? എത്രത്തോളം അത് റിയൽ പ്രോബ്ലംസ് ആണ്? യങ്ങർ ആയിട്ടുള്ള കുട്ടികളെ എസ്പെഷ്യലി നമ്മളൊരു 18 ഇയേഴ്സ് ഉള്ള താഴെയുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യില്ല. ചെയ്യില്ല. ഓക്കെ. ചെയ്യില്ല. സോ എബോവ് ദാറ്റ് നമ്മളിപ്പം കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ലേസർ ഹെയർ റിഡക്ഷൻ അതിന് വരുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഇൻറ്റിമേറ്റ് ഏരിയാസിലെ ഹെയർ അവർക്ക് വേണ്ട, അതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ആഫ്റ്റർ 18 നമ്മൾ ട്രീറ്റ് ചെയ്യും. പക്ഷേ ഏഹ്, ഇങ്ങനെ പറഞ്ഞ മാതിരി സർജിക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ വിതൗട്ട് അഡൽട്സിൻ്റെ സംസാരിച്ചിട്ട്, അത് പേരൻസിനോട് സംസാരിക്കാതെ ഒരു ചികിത്സകളും നമ്മൾ ചെയ്യില്ല. ചെയ്യില്ല. പക്ഷേ എബൌട്ട് 21 അവർ ഓൺ ഡെയർ ഓൺ ആണെങ്കിൽ നമ്മൾ എല്ലാ ചികിത്സകളും അവർക്ക് വേണം തോന്നിയാൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ബട്ട് ഓൾവേസ് മെഡിക്കലി ഇൻഡിക്കേറ്റഡ്. അതിപ്പോൾ ഒരു പേഷ്യൻറ്റ് പറയണം അവരുടെ ലേബിയ വലുതാണെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് ആക്ച്വലി ലേബിയ വലുതാണെങ്കിൽ മാത്രമേ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ബിക്കോസ് അത് ഇത്ര ലെവൽ നിൽക്കണം എന്നുണ്ട്. നമുക്ക് മെഡിക്കലി ഈ ഒരു സാധനത്തിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ. അതെന്തിനുള്ളത്? അത് ആ മൈനോറിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ദെയർ ഫോർ എ റീസൺ. ഇറ്റ് ഈസ് ദെയർ ഫോർ എ റീസൺ. സോ അത് വെറുതെ നമുക്ക് അപ്പോൾ ചോപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല. സോ അതൊരു ലെവലിന് മേലെ ഉണ്ടെങ്കിലേ നമുക്ക് ആ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വെജൈനയിൽ ലാക്സിറ്റി കൂടുതലാണെങ്കിൽ മാത്രമേ ആ സർജറി അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ താഴെയാണെങ്കിൽ അവർക്ക് നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും അത് നോക്കിയിട്ട് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ഇൻഡിക്കേറ്റഡ് അല്ലെങ്കിൽ വി ഓൾവേസ് ടെൽ ദ പേഷ്യൻറ്റ്. അപ്പോൾ അത് വേണ്ടാന്നുള്ളത് പറയും. ചില ആൾക്കാർ ഇപ്പോൾ പറഞ്ഞ മാതിരി ഡിസൈനർ വെജൈന, പിന്നെ ബാർബി വെജൈന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പുറത്ത് വളരെ പോപ്പുലറാണ്. ഓക്കെ. പക്ഷേ കേരളത്തിൽ ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ ഡോക്ടർക്ക് ഒരുപാട് സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ. അതിന്റെ കൂടെ അവരുടെ കൂടെയുള്ള പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ എന്ന് യെസ് യെസ്. ആശംസിക്കുന്നു. താങ്ക് യു സോ താങ്ക് യു സോ മച്ച്.